നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഐ എം സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. നമ്മുടെ ചാനൽ തികച്ചും ഒരു സൈക്കോളജി പരമായ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നത്. നമ്മുടെ ചാനൽ അത്തരത്തിലുള്ള കണ്ടന്റുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സൈക്കോളജിയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ലോ ഓഫ് അട്രാക്ഷനാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിലൂടെ. അപ്പം നമ്മൾ ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ, മിനിമം ഒരു വ്യക്തിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ വ്യക്തി എന്തൊക്കെ റൂൾസാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതാണ്. അല്ലാതെ നമ്മൾ കുറേ ആ വീഡിയോ കൊണ്ട് ഈ ടെക്നിക്കൊക്കെ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ആ വർക്ക് ചെയ്യുന്നവരിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണോ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക. എല്ലാവർക്കും വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പൂർണ്ണമായ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്നവരാണോ? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം വേണം, ഒരു സംശയവും പാടില്ല. 2, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയെ നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ? കാലങ്ങളായി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചെയ്തു, നിങ്ങൾക്ക് അവരോട് ദേഷ്യം, അവർക്ക് നിങ്ങളോട് ദേഷ്യം, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ കൊണ്ട് വെച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ റിമൂവ് ചെയ്തോ? അത് റിമൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് എക്സസൈസാണ് ചെയ്തത്? ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തെ കാര്യം. 4, നിങ്ങൾ 24 മണിക്കൂറും ഹാപ്പിനെസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ 24 മണിക്കൂറും ഹാപ്പിനെസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വിചാരിക്കുക ഹാപ്പിനെസ്സിൽ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? മാറി വരില്ലേന്ന്. വരും. ചിന്തകൾ മാറി വരും. ആ വരുന്ന നെഗറ്റീവ് ചിന്തയെ റിജക്റ്റ് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്കറിയാമോ? ഇല്ല. ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല. പിന്നെ നിങ്ങൾ കറക്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ റുട്ടീൻ ഫോളോ ചെയ്യുന്നവരാണോ? നിങ്ങൾ ലൈഫ് സ്റ്റൈൽ റുട്ടീൻ, എത്ര പേര് പുലർച്ചെ എഴുന്നേൽക്കുന്നു? മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഡെയിലി ധ്യാനിക്കാറുണ്ടോ? ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും ധ്യാനിക്കാറുണ്ടോ? നിങ്ങളെ മനസ്സിലെ അനാവശ്യ ചിന്തകളെയൊക്കെ നിങ്ങൾ കളയുന്നുണ്ടോ? ഈ നെഗറ്റിവിറ്റിയും പേറിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് പിന്നെ നിങ്ങൾ എത്ര പേരോട് ഫോർഗീവ്നെസ് ചെയ്യാറുണ്ട്? നിങ്ങൾ ക്ഷമിക്കാറുണ്ടോ? ക്ഷമ ചോദിക്കാറുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. നിങ്ങളിതൊക്കെ ചെയ്യുന്ന ഒരാളാണോ? എത്ര പേര് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്? എത്ര പേര് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് പ്രാക്ടീസുകൾ കറക്റ്റ് ചെയ്യാറുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശരിയായ രീതിയിൽ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയാമോ? നിങ്ങൾ സൈക്കോളജിസ്റ്റാണ്, നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? വെറുതെ നിങ്ങൾ എന്തെങ്കിലും ആ വീഡിയോയും പകുതിയും അറ്റവും മൂലയും കണ്ടിട്ട് നിങ്ങൾ പല അഭിപ്രായങ്ങൾ പറയരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെ ചെയ്യാത്തവർക്ക് ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല. നിങ്ങൾ എന്തൊക്കെ ടെക്നിക്കൽ ചെയ്താലും വർക്ക് ചെയ്യില്ല. ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളിലേക്ക് വരുന്ന സ്റ്റുഡൻസും ക്ലയൻസിനും നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ്, സൈക്കോളജിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ഓരോ പ്രാക്ടീസുകളും ചെയ്യിക്കാറ്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ റിസൾട്ടുകൾ അവർ പറയുന്നവരെ സക്സസ് സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് 21 ഡേയ്സ്, 21 ദിവസം പോലും കഷ്ടപ്പെടാൻ പറ്റാത്തവരായിരിക്കും ഈ അഭിപ്രായം പറയുന്നത്, നെഗറ്റീവ് അഭിപ്രായം. 21 ദിവസം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ തയ്യാറാണോ? കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് മാറ്റമുണ്ടോ? ഒരുപാട് പേര് ഇതിനകം കോഴ്സിൽ ജോയിൻ ചെയ്തു. ഇന്ന് ഒരുപാട് എൻക്വയറീസ് വന്നു, ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ മാറ്റമുണ്ട്.
ഉള്ളതുകൊണ്ടാണല്ലോ അവരൊക്കെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പാസ്റ്റ് കർമ്മ, നിങ്ങളുടെ കർമ്മദോഷം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അറിയാമോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇതൊന്നും അറിയാതെ ഇങ്ങനെ വന്നിരുന്ന് വെറുതെ വിഡ്ഢിത്തം പുലമ്പുന്ന ആളുകളുണ്ട്. ആ ഒരു കാറ്റഗറി അവിടെ ഇരിക്കട്ടെ. അപ്പം ഇതിനെക്കുറിച്ച് അറിയണമെന്നും പഠിക്കണമെന്നും ജീവിതം സക്സസ് ആവണമെന്നും താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് നിരന്തരം ചെയ്യിക്കുന്നുണ്ട്. അവർക്കതിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നാകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ തീരുമാനവും പോലെയാണ് നിങ്ങളുടെ ജീവിതം. ഓക്കെ, നിങ്ങളൊരു കാര്യം നിരന്തരം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടത്തിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂടെ നിൽക്കും. വ്യക്തികളായോ സാഹചര്യങ്ങളായോ ആ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് അതെത്തും. ക്ഷമയോടെ കാത്തിരിക്കുക. എങ്ങനെയുള്ളവർ? ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവരുടെ കർമ്മശുദ്ധി വരുത്തി നല്ല രീതിയിൽ കർമ്മം ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അല്ലാത്തവരുടെ കാര്യം അറിയില്ല. അത് അവരവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇരുത്തി ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് പറയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.